ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാലത്തിൻ്റെ ഓരോ ദിവസവും വലിയ അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാ രാത്രി പറയുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ വചനം കേട്ടൊക്കെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തച്ഛൻ, തീരെ ചെറുപ്പം ഒരു കുഞ്ഞച്ഛനാണ്. അച്ഛൻ ഈ ഇടയ്ക്ക് എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. ഈ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പാല സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നമ്മുടെ നോമ്പുകാല ധ്യാനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4-ാമത്തെ ദിവസം, ആ ദിവസം തന്നെ നമുക്കിവിടെ തപസ് ധ്യാനം നടക്കുന്നത്. അപ്പം 3 ദിവസത്തെ തപസ് ധ്യാനവും ശുശ്രൂഷകളൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് മടുത്തു. അപ്പോൾ ലാസ്റ്റ് ദിവസം ധ്യാനം കഴിഞ്ഞു. അപ്പോൾ കത്തീഡ്രലിലെ ധ്യാനം പോയി കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എബി എന്നാണ് അച്ഛൻ്റെ പേര്, അച്ഛനെയും കൂടെ കൂട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ വഴിയിലിങ്ങനെ പ്രാർത്ഥനയുണ്ട്, ഒപ്പം തന്നെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എബിച്ചും പറയുകയാണ്, അച്ഛനിങ്ങനെ ശുശ്രൂഷയിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വലിയ കൃപയിൽ. അപ്പോൾ അച്ഛനിങ്ങനെ പറയാറുണ്ട്, ഇപ്പം ചിലപ്പോൾ നല്ലപോലെ നമ്മൾ വചനം പറയുമ്പോൾ ആളുകൾ നല്ലത് പറയും, എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റിയാൽ ചിലപ്പോൾ ആളുകൾ നമ്മളെ കളിയാക്കും. അപ്പോൾ അച്ഛനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, അതാണ് നിങ്ങളോട് ഇന്ന് കടന്നുറങ്ങുന്നതിന് മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് നോമ്പുകാലമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത് എബിച്ചും പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് കരുതുക. എന്നറിയോ അച്ഛൻ പറഞ്ഞു, അതായത് നിങ്ങൾക്കും അറിയാമായിരിക്കും ഇങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ഈശോ ഇങ്ങനെ ജെറുസലേമിലേക്കൊക്കെ പോവാണ് അല്ലേ, ഈ ആൾക്കാരുടെ മുമ്പിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ആൾക്കാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഒരു ദിവസം ആൾക്കാരൊക്കെ ഇങ്ങനെ ഓശാന പാടിക്കൊണ്ടിരിക്കുകയാണ്, കൈയടിക്കുകയാണ്, ക്ലാപ്പടിക്കുകയാണ്. എബിഎച്ചും പറഞ്ഞ കാര്യം നിങ്ങൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതായത് ചിലപ്പം നമ്മൾ നന്നായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ കൈയടിക്കും, നല്ലത് പറയും. ഒരു അബദ്ധം പറ്റിയാലോ അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും, മാറ്റി നിർത്തും, ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ഇതൊക്കെ സംഭവിക്കും. എന്നിട്ട് എബിഎച്ചിന് ഇങ്ങനെ ഈശോയ്ക്ക് സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഷെയർ ചെയ്യായിരുന്നു. അതായത് ഒരു ദിവസം എല്ലാവരും കൂടെ ഓശാന പാടുകയാണ്, മറ്റൊരു ദിവസമോ നിങ്ങൾക്കറിയാം ക്രൂശിക്കുക. ഒറ്റ ആഴ്ചക്കുള്ളിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ്. ഓശാന പാടുന്നവർ ഓശാന പാടിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്തെ ഒരു സൈഡിൽ ഒരു റിയാലിറ്റി ഉണ്ട്, അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരു ശബ്ദവും കൂടെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചിലപ്പോൾ ഒരിക്കൽ ഓശാന പാടിയവർ തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പുറത്ത് ക്രൂശിക്കുക എന്ന് പറയുന്നത്. രണ്ടും രണ്ട് ഗ്രൂപ്പ് ആയിരിക്കാം. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ താമസിക്കുന്ന ഹോസ്റ്റലുകളിലോ ഒക്കെ എപ്പോഴും അപ്രീസിയേഷൻസ് ഉണ്ടാവണമെന്നില്ല, എപ്പോഴും പ്രോത്സാഹനങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഒരിക്കൽ പ്രോത്സാഹിപ്പിച്ചവർ നാളെ തള്ളി പറഞ്ഞേക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും കരുതൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പുറത്തൊരു സൈഡിൽ നമ്മളെ കുരിശേ കയറ്റുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ, ആരോപണങ്ങൾ, തെറ്റിദ്ധാരണകൾ, വിരൽ ചൂണ്ടലുകൾ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് ദിസ് ഈസ് എ റിയാലിറ്റി. ഈശോയുടെ കുരിശിൻ്റെ വഴി ആ യാത്രകളിൽ പീഡാനുഭവ വാരങ്ങളിലൊക്കെ ഉണ്ടായത് മാത്രമല്ല, നമുക്കൊക്കെ പീഡാനുഭവ വാരമല്ല, ചിലപ്പോൾ പീഡാനുഭവ ജീവിതം ആയിരിക്കും, പീഡാനുഭവത്തിൻ്റെ ആയുസ്സായിരിക്കും. ഭൂമിയിലിരിക്കുന്ന കാലം മുഴുവൻ ചിലപ്പോൾ ഇങ്ങനത്തെ പീഡാനുഭവങ്ങളായിരിക്കും. ഈ ഓശാന മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം നമുക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പുറത്തെ സൈഡിൽ ക്രൂശിക്കുക എന്നുള്ള മുഴക്കം മാത്രം കേൾക്കുന്ന ജീവിതങ്ങളും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുക. ഇത് രണ്ടും നമുക്ക് എപ്പോഴും ഉണ്ട്. ആൻഡ് ദ തിങ് ഈസ് വി ഷുഡ് എക്സ്പെക്ട്. ഇത് രണ്ടും നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. ഓശാന മാത്രം, കയ്യടികൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഒരു ദിവസം അത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ കരയും. ഓശാന മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഈ ക്രൂശിക്കുക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചങ്ക് തകരും. നമുക്ക് വേണ്ടത് പ്രതീക്ഷിക്കുക, നല്ലത് മാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ക്രൂശിക്കുക എന്നുള്ള വാക്കും നിങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ ഇന്ന് കേട്ടിട്ടുണ്ടാകാം. എബിഎച്ചൻ തന്ന ഈ ചിന്തയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതിനേക്കാൾ മുകളിൽ ഈശോ ഈ രണ്ട് കാര്യങ്ങളും കേട്ട ആളാണ് അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഈശോ. ഓശാന കേട്ടു, ക്രൂശിക്കാന്നും കേട്ടു. എന്നാ ഈശോ ചെയ്തേ? ഓശാന കേട്ട് അവിടെ നിന്നില്ല. ഓശാന കേട്ടിട്ടും ഈശോ മുന്നോട്ട് യാത്ര തുടർന്നു. മുമ്പിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ക്രൂശിക്കുക എന്ന് കേട്ടിട്ടും ഈശോ തളർന്നില്ല, മുമ്പോട്ട് നീങ്ങി. നമ്മുടെ മുമ്പിൽ ഈശോ കാണിച്ചിരുന്ന ഏറ്റവും വലിയൊരു പാഠങ്ങളിലും ഒന്ന് അതാണ്. ഓശാനയുടെ മുമ്പിലും നിന്നു പോകല്, ക്രൂശിക്കുക എന്നുള്ള ശബ്ദത്തിന് മുമ്പിൽ നിന്നു പോകലു. യു ജസ്റ്റ് കീപ്പ് ഓൺ വാക്കിംഗ്. നമ്മൾ പറയാറില്ലേ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. നമ്മൾ മുമ്പോട്ട് നീങ്ങിയേ മതിയാവുള്ളൂ. കയ്യടികൾക്കും വലിച്ചു താഴ്ത്തലുകൾക്കും ഒന്നും കീഴ്പ്പെട്ട് പോകാതെ ഈശോ തന്ന ഈ ജീവിതം, ഈശോ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അത് സന്തോഷത്തോടെ ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ചെയ്യുക. ഇന്ന് ഒരു ദിവസം നിങ്ങൾ ഓശാനകൾ കേട്ടെങ്കിൽ സന്തോഷം. നാളെ ചിലപ്പം ക്രൂശിക്കുക കേട്ടേക്കാം. ഇന്ന് ക്രൂശിക്കുക എന്നുള്ള വാക്കുകൾ കേട്ടാലും നമുക്ക് മുമ്പിൽ ഈശോ ഉണ്ട്. ഈശോയെ നോക്കി മുന്നോട്ട് നടക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ശാന്തമാക്കട്ടെ. സമാധാനത്തോടു കൂടി കടന്നുറങ്ങുക. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.